ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SS Car Tecൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൾട്ടോയുടെ അല്ലെങ്കിൽ ഏത് വണ്ടിയുമായിക്കോട്ടെ ബ്രേക്ക് ഓയിൽ എങ്ങനെ കുറയാൻ അകത്ത് ലൈറ്റ് എത്തിക്കിടക്കുന്നു എന്നീ കംപ്ലൈൻറ്റുകളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കുക. ആദ്യമായി ഞാൻ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതുകൊണ്ട് ലൈറ്റ് എത്തിക്കിടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ഓയിൽ നോക്കുക. ബ്രേക്ക് ഓയിൽ ഫ്ലൂയിഡ് കുറവുണ്ടെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് കത്തിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ കുറവ് കാണിക്കുന്നുണ്ട്, ബ്രേക്ക് ഓയിൽ കുറവുണ്ട്. എന്നിട്ട് മാക്സിമം കഴിഞ്ഞ് താഴെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ലൈറ്റ് എത്തിക്കിടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുക. ബാക്ക് 4 വീലും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രണ്ട് വീല് ഡിസ്ക് ബ്രേക്കാണ്, ബാക്ക് വീല് റബ്ബർ ബ്രേക്കാണ്. അത് കാരണം ബാക്ക് വീല് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഒരു സിലിണ്ടർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സിലിണ്ടർ ലീക്കാണ്. ഇത് 2 സൈഡിലും നമ്മൾ അതുപോലെ ചെക്ക് ചെയ്യുക. ലീക്ക് ഉണ്ടെങ്കിൽ നനവ് കാണും. അതുപോലെ ഇടത്തെ സൈഡ് ലീക്ക് കാരണം നമ്മൾ 2 സൈഡും ഉയർത്തി വീലഴിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാം നനവുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. എന്നിട്ട് വീലഴിക്കുക. നല്ലതായിട്ട് വീലഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീലഴിച്ച് നോക്കുമ്പോൾ ട്രിമ്മിനകത്തെല്ലാം ഓയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് പറ്റിയിരിക്കുന്നത് കാണും. അതിനുവേണ്ടി നമ്മളത് സിലിണ്ടർ മാറാൻ വേണ്ടി ഡ്രം ഇളക്കുക. ഡ്രം ഇളക്കുന്ന 30 ബോക്സ് ഉപയോഗിച്ച് ഡ്രം ഇളക്കുക. ബോക്സ് ഉപയോഗിച്ച് ഡ്രമ്മിൻ്റെ ബോൾട്ടിനകത്ത് ലൂസ് ചെയ്യുക. അകത്തൊരു വാഷറുണ്ട്, വാഷർ ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ട്രിമ്മ് നമുക്ക് ഹാമർ കൊണ്ട് ചെറുതായിട്ട് തട്ടിയിട്ട് ഊരുകയോ അല്ലെങ്കിൽ സ്കൂട്ടർ ഉപയോഗിച്ച് തിക്കി ഊരുകയോ ചെയ്യാം. അതും ഊരിയില്ലെങ്കിൽ അതിന് പുള്ളർ ഉപയോഗിക്കേണ്ടി വരും. ഇതിപ്പോൾ സ്കൂട്ടർ വെച്ച് തിക്കിയപ്പോൾ ഊരി വന്നു. നമുക്ക് കറക്കി പെയ്യ് ഊരിയെടുക്കാവുന്നതാണ്. ഊരുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് വല്ലതും വിട്ടിട്ടുണ്ടെങ്കിൽ ഊരി വരാൻ പാടുള്ളതാണ്. അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇത് സിലിണ്ടറാണ്. സിലിണ്ടർ ഇപ്പോൾ നല്ല ലീക്കായിട്ട് ഇരിക്കുകയാണ്. ഇത് കാരണമാണ് ഇപ്പം ബ്രേക്ക് ഓയിൽ കുറഞ്ഞത്. പിന്നെ ബ്രേക്ക് ഷൂ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യുക. ബ്രേക്ക് ഷൂ തീർന്നു കഴിഞ്ഞാലും സിലിണ്ടർ ലീക്കാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഗ്യാപ്പ് കുറഞ്ഞിട്ട് സിലിണ്ടർ പുറത്തേക്ക് തള്ളി ലീക്കാവാൻ സാധ്യതയുണ്ട്. ഡ്രമ്മും അതുപോലെ ശ്രദ്ധിക്കുക. പോളിഷ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇപ്പുറത്തെ സൈഡാണ്, റൈറ്റ് സൈഡ് വലിയ കുഴപ്പമാണെന്നില്ല. സിലിണ്ടറിനകത്ത് നമുക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ ബൂട്ടിളക്കി പെയ്യുന്ന നോക്കാവുന്നതാണ്. ലീക്കോ നനവുണ്ടെങ്കിൽ അതും മാറിക്കൊടുക്കേണ്ടത് നല്ലതായിരിക്കും. ബ്രേക്ക് ഷൂ കുഴപ്പമില്ല, ഓടാനുള്ളത് ഇനിയുണ്ട്. അതിനുശേഷം ലീക്കുള്ള ഭാഗത്തെ ബ്രേക്ക് ഷൂവിൻ്റെ ലോക്ക് അഴിക്കുക. പ്ലെയർ ഉപയോഗിച്ച് ഇതേ രീതി അഴിച്ചെടുക്കാവുന്നതാണ്. 2 സൈഡും അഴിച്ചെടുക്കുക. ബ്രേക്ക് ഷൂ അഴിക്കാതെ തന്നെ നമുക്ക് സിലിണ്ടർ മാറാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ബ്രേക്ക് ഷൂവിൻ്റെ അടിഭാഗത്ത് തിക്കിയെടുക്കുക. സ്പ്രിങ് കിടക്കുന്ന ഭാഗത്ത്, അടിഭാഗത്ത് ചെറിയ സ്പ്രിങ് കിടക്കുന്ന ഭാഗത്ത് തന്നെ തിക്കിയെടുക്കുക. എടുത്ത് ബ്രേക്ക് ഷൂ പുറത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിളിന് വേണമെങ്കിൽ അത് ഊരിയെടുത്ത് വേണമെങ്കിൽ പുറത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാവുന്നതാണ്. വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിന് സിലിണ്ടർ പ്രത്യേകം ചെക്ക് ചെയ്യുക. സിലിണ്ടർ ലീക്കാനാണ് പ്രത്യേകം ചെയ്യുക. സിലിണ്ടർ അഴിച്ചെടുക്കുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പെഡൽ ഒന്ന് താഴ്ത്തി വെക്കുന്നതാണ്. ഇതേ രീതിയിൽ സ്കൂട്ടറോ വേറെ കമ്പിയോ കയറ്റി വെച്ച് താഴ്ത്തി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഉള്ളത് പോകത്തില്ല. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്തിക്കിടക്കും. ലൈറ്റ് കത്തിക്കിടക്കുമെങ്കിൽ ബാറ്ററി വയർ ഡിസ്കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവ് വയർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. പെഡൽ താഴ്ത്തി വെക്കുമ്പോൾ എന്തായാലും ബ്രേക്ക് ലൈറ്റ് കത്തും. അപ്പോൾ അത് ചാർജ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബാറ്ററി ഊരി വിട്ടത്. ഇതാണ് പുതിയ സിലിണ്ടറാണിത്. ഇത് 2 ബോൾട്ട് ഇട്ടാണിത് ബോഡിയിലോട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ബ്രേക്കിൻ്റെ പൈപ്പ് വരുന്നത്. അതിൻ്റെ മേൽഭാഗത്ത് ബൂട്ട് കിടക്കുന്നതാണ് എയർ എടുക്കുന്ന നട്ട്. ഫിറ്റ് ചെയ്തിട്ട് അവിടെയാണ് എയർ എടുക്കുന്നത്. ആദ്യമായി ബ്രേക്കിൻ്റെ പൈപ്പ് അഴിച്ചെടുക്കുക. നട്ട് അഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്രേക്കിൻ്റെ പൈപ്പ് ലൂസ് ചെയ്യുക. അതിനുശേഷം 10ൻ്റെ സിലിണ്ടർ പിടിപ്പിച്ചേക്കുന്ന ബോൾട്ട് 2 അഴിച്ചെടുക്കുക.
നമ്മൾ ബ്രേക്ക് പെഡൽ താഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് അധികം പോകാൻ സാധ്യതയില്ല. അതിന് 2 ബോൾട്ടും അഴിച്ചെടുത്ത ശേഷം പൈപ്പ് ഊരിയെടുത്തിട്ട് സിലിണ്ടർ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഞാൻ സിലിണ്ടർ പുറത്തെടുത്തു. ഞാൻ പഴയ സിലിണ്ടർ ഇതേ രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അത് സെയിം ആണെന്നൊന്നും എല്ലാം കറക്റ്റാണോ എന്ന് പുതിയതുമായിട്ട് എല്ലാം വെച്ച് നോക്കേണ്ടതാണ്. ചെറിയ വ്യത്യാസം കാണാൻ സാധ്യതയുണ്ട്. വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ബോൾട്ട് പിടിക്കാൻ സാധ്യത കുറവാണ്. അതിനുശേഷം ബ്രേക്ക് ഷൂ പുറത്ത് അഴിച്ചെടുത്തിട്ട് ഇതേ രീതി അഴിച്ച് മാറ്റി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് പീസാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് വെള്ളത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ ലോക്കും ബ്രേക്ക് ഷൂവിൻ്റെ ലോക്ക് ബ്രേക്ക് ഷൂ എല്ലാം കഴുകിയെടുക്കാവുന്നതാണ്. എല്ലാം വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. പെട്രോളോ ഡീസലോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയാവുന്നതാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് കഴുകി കളഞ്ഞില്ലെങ്കിൽ അതിനകത്തുള്ള പെയിൻ്റൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ കഴുകി കളയുക. അപ്പോൾ അങ്ങനെ തുരുമ്പ് കയറാനും സാധ്യതയുണ്ട്. ഇത് പുതിയ സിലിണ്ടർ എന്നിട്ട് അതിനുശേഷം ഫിറ്റ് ചെയ്യുക. രീതിയിൽ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ബ്രേക്കിൻ്റെ പൈപ്പ് കറക്റ്റ് ലെവലിൽ വെച്ച് ഫിറ്റ് ചെയ്യുക. അതിനുശേഷമേ ബോൾട്ട് ഇട്ട് മുറുക്കാവൂ. അതിനുശേഷം 10-ൻ്റെ 2 ബോൾട്ട് ഇട്ട് 2 സൈഡിൽ ഹോളിലൂടെ ഇട്ട് മുറുക്കി എടുക്കാവുന്നതാണ്. ബോൾട്ട് മുറുക്കിയ ശേഷം അവസാനം നമ്മൾ പിടിപ്പിച്ച പൈപ്പ് ഫുൾ ടൈറ്റ് ചെയ്യാവുന്നതാണ്. പൈപ്പ് നല്ല കറക്റ്റാണോ, ഫ്രീ ആയിട്ട് തന്നെ പൈപ്പ് കയറി പോകേണ്ടതാണ്. ടൈറ്റ് ഉണ്ടെങ്കിൽ അഴിച്ചെടുക്കുക. ക്രോസ് ആയിരുന്നെങ്കിൽ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് സിലിണ്ടറിന്. അലുമിനിയം സിലിണ്ടറാണ്. എന്നിട്ട് കറക്റ്റ് സീറ്റിംഗ് ആകുമെന്നെല്ലാം പ്രത്യേകം ചെക്ക് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ഷൂ ഇതിപ്പോൾ ഇളക്കിയെടുത്തതാണ്. ഫുൾ ഇളക്കിയെടുത്തിട്ട് ഇതേ രീതിയിൽ സ്പ്രിങ് ആകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് കേബിൾ എന്നിട്ട് അതിനകത്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ സ്പ്രിങ് ഘടിപ്പിച്ച് ബ്രേക്ക് ഷൂവിൻ്റെ തന്നെ സ്പ്രിങ് അങ്ങോട്ട് ഘടിപ്പിച്ചിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ അതിനകത്ത് ഇടാവുന്നതാണ്. ലിവർ അതിനകത്ത് കയറ്റി കിട്ടും. കയർ കൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ നമുക്കത് ലിവർ കയറ്റിയിടാവുന്നതാണ്. അതിനുശേഷം സ്പ്രിങ് ബ്രേക്ക് ഷൂവിൻ്റെ ഇത് അടിയിലെ സ്പ്രിങ്ങാണ്. ഈ സ്പ്രിങ് ഊരിയെടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ബ്രേക്ക് ഷൂ അത് വെച്ചുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റർ. ബ്രേക്ക് ഷൂ അഡ്ജസ്റ്ററാണിത്. ഇതിനകത്താണ് ബ്രേക്ക് കൊള്ളിക്കുന്നതുമെല്ലാം. ഇത് കൊള്ളിക്കണമെങ്കിൽ തന്നെ സമ്മതിച്ച് കൊള്ളിക്കാൻ പറ്റും. പുറത്തുനിന്ന് കൊള്ളിക്കാൻ പറ്റില്ല. വൈദ്യുതി വണ്ടികൾ പുറത്തുനിന്ന് പറ്റത്തില്ല. മറ്റുള്ള വണ്ടികൾ പുറത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. ഇതേ രീതിയിൽ എല്ലാ വണ്ടിയും നമുക്ക് ചെയ്യാവുന്നതാണ്. സിലിണ്ടർ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയിലും ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ സ്പ്രിങ് പിടിപ്പിച്ചിട്ട് വലിയ സ്പ്രിങ് കനമുള്ള സ്പ്രിങ് അതിൻ്റെ മേൽ സീറ്റിങ്ങായിട്ട് കറക്റ്റായിട്ട് തന്നെ ഇതേ രീതിയിൽ പിടിപ്പിക്കുക. അതിനുശേഷം കയറ്റിയിട്ടിട്ട് വേണം അപ്പുറ സൈഡിൽ ബ്രേക്ക് ഷൂ ഇതേ രീതിയിൽ തന്നെ കയറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ കറക്റ്റ് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സ്പ്രിങ് എല്ലാം കറക്റ്റ് കയറി നിൽക്കുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്പ്രിങ് ഊരാതെ തന്നെ ഇതെടുക്കാവുന്നതാണ്. പിന്നെ ഗ്രീസ് ഉപയോഗിച്ച് അതിൻ്റെ ബോഡിയിൽ കുറച്ച് ആ ബ്രേക്ക് ടച്ചാവുന്ന ഭാഗത്ത് കുറച്ച് ഗ്രീസ് പുരട്ടിയാൽ നല്ലതായിരിക്കും. അത് ബ്രേക്കിന് സൗണ്ട് ഉണ്ടാവാതെ ഇരിക്കാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ചെറിയ സൗണ്ട് ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതിനുശേഷം ബ്രേക്ക് ഷൂ കയറ്റിയിടുക. ബ്രേക്ക് ഷൂ നമ്മൾ ഇളക്കി അതേ പൊസിഷൻ തന്നെ കയറ്റിയിടുക. ബ്രേക്ക് ഷൂ ലോക്ക് ബാക്കിൽ കൂടെ തന്നെ അതിൻ്റെ പിന്നെ കയറ്റിയിടുക. പിന്നെ കയറ്റിയിട്ട് ബ്രേക്ക് ഷൂ ലോക്ക് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് പാഡോ ബ്രേക്ക് ഷൂ തീർന്നു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കുറയുന്നതാണ്. നമുക്ക് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കത് കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയാവുന്നതാണ്. ബ്രേക്ക് ഷൂ എല്ലാം കറക്റ്റാണോ കയറി വീണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സ്പ്രിങ് എല്ലാം കറക്റ്റ് കയറ്റി ഇട്ടുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അഡ്ജസ്റ്റർ സ്പ്രിങ്ങും എല്ലാം കറക്റ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെല്ലാം കറക്റ്റായിട്ടാണ് കയറ്റിയിട്ടിരിക്കുന്നത്.
സിലിണ്ടറിനകത്ത് കറക്റ്റാണോ കയറി വീണിരിക്കുന്നതെന്ന് കറക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡ്രം കയറ്റുമ്പോൾ ടൈറ്റ് അനുഭവപ്പെടും. അതിനുശേഷം ഇതാണ് അഡ്ജസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പുറത്തേക്ക് ലൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ നട്ടുപോട്ട് ലൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രം ഇടുമ്പോൾ ചെറിയൊരു ടൈറ്റായിട്ട് തന്നെ ഡ്രം കയറ്റിയിടുക. ബ്രേക്കിനകത്ത് ചെറിയൊരു ഉറച്ചിൽ വന്നാലും കുഴപ്പമില്ല. അതേ രീതിയിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കറക്റ്റ് പെടലായിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. ഡ്രം കയറ്റിയിട്ട് ആക്സിലേറ്റർ ഇട്ട് മുറുക്കുക. ഡ്രം നല്ല ഫ്രീ ആണോന്നും ചെറിയ ടൈറ്റ് ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതാണ് മാസലിൻ്റെ 2 ബോൾട്ടുണ്ട്, 12 ഇഞ്ചാണ്. അത് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ മാസലിൻ്റെ അവിടെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ എയർ എടുക്കുന്ന നിപ്പിളാണ്. ഇത് നമ്മൾ ബ്രേക്ക് പമ്പ് ചെയ്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് ഈ നിപ്പിൾ ഊരി വിട്ട് കഴിഞ്ഞാൽ എയർ പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് 2 വട്ടം ചെയ്ത് കഴിയുമ്പോൾ ബ്രേക്ക് പെടലാവുന്നതാണ്. ഇങ്ങനെയാണ് എയർ എടുക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.